ഒഫീഷ്യൽ ഓണപരീക്ഷ ഇല്ല. പക്ഷെ അത് കേട്ട് നിങ്ങൾ സന്തോഷിക്കേണ്ട. കാരണം നമുക്കറിയാം സ്കൂളുകളിൽ ഓണം എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്കൂളുകൾ നടത്തുന്ന ഓണം എക്സാമിനേഷനിൽ ഏറ്റവും കൂടുതൽ ബയോളജിയിൽ മുട്ടൻ പണി തരാൻ പോകുന്നത് ബോട്ടണിയാണോ സുവോളജി ആണോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഓഫ് കോഴ്സ് അത് സുവോളജി തന്നെയാണ്. ചാപ്റ്റർ വലുപ്പത്തിന്റെ കേസിലാണെങ്കിലും ചാപ്റ്ററിന്റെ എണ്ണത്തിന്റെ കേസിലാണെങ്കിലും സുവോളജി തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. സുവോളജി നിങ്ങൾക്ക് 3 ചാപ്റ്റേഴ്സ് ആണ് പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത്. ഒന്ന് ലിവിംഗ് വേൾഡ്, രണ്ടാമത്തെ അനിമൽ കിങ്ഡം, മൂന്നാമത്തേതാകട്ടെ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ്. അതേസമയം ബോട്ടണിയിൽ ആകെ 2 ചാപ്റ്റേഴ്സ്, ഒന്ന് ബയോളജി ക്ലാസിഫിക്കേഷൻ, അടുത്തത് പ്ലാൻ കിങ്ഡം. സോ ഇതിൽ ഏറ്റവും വലിയ ചാപ്റ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അനിമൽ കിങ്ഡം തന്നെയാണ്, വിച്ച് കംസ് അണ്ടർ സുവോളജി. ഏറ്റവും കൂടുതൽ എക്സാമ്പിൾസും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിച്ച് തീർക്കാനുള്ള, അല്ലെ, പഠിച്ചാലും തീരാത്തോളം നമുക്ക് തോന്നുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് അനിമൽ കിങ്ഡം എന്ന് പറയുന്നത്. സോ ഈ ചാപ്റ്ററിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഏകദേശം 15ൽ കൂടുതൽ മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഈ ഒരു ഒറ്റ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കും. അപ്പോൾ ഈ 30 മാർക്കിൽ 15 മാർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമാണ്, അല്ലേ? പകുതി 15 അല്ല, ഏകദേശം 20 മാർക്കിനോട് അടുത്ത്. കാരണം ലിവിംഗ് വേൾഡിൽ നിന്ന് ഒരു 5 മാർക്കിനും ഫ്രോഗ് എന്ന സെക്ഷനിൽ നിന്ന് ഒരു 5 മാർക്കിനും മാത്രമേ ചോദിക്കാൻ സാധ്യത വരുന്നുള്ളൂ. അപ്പോൾ കൂടുതൽ ഒരു 20 മാർക്കിനോളം ക്വസ്റ്റ്യൻസ് സുവോളജി കൊണ്ടുപോകുന്നത് അനിമൽ കിങ്ഡം തന്നെയായിരിക്കും. അതേസമയം നമ്മൾ ബോട്ടണിയിൽ വരുമ്പോൾ ഏകദേശം പപ്പാതിയാണ്, അതായത് 15 മാർക്ക് ബയോളജി ക്ലാസിഫിക്കേഷൻ കൊണ്ടുപോകുമ്പോൾ ബാക്കി 15 മാർക്കായിരിക്കും പ്ലാൻ കിങ്ഡം കൊണ്ടുപോകുന്നത്. പ്ലാൻ കിങ്ഡത്തിലെ എക്സാംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് തന്നെ പഠിക്കാം. ഇനി എങ്ങനെ പഠിക്കും, ഇതെല്ലാം കൂടി കൺഫ്യൂഷൻ ആകുന്നുണ്ട്, ഏതൊക്കെയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ഇങ്ങനൊരു ഡൗട്ടിലാണോ നിങ്ങൾ നിൽക്കുന്നത്? പേടിക്കേണ്ട, 10 days ചലഞ്ചുമായിട്ട് ഞങ്ങൾ എത്തുന്നുണ്ട്. കിടിലമായിട്ട് ഈ ചാപ്റ്റേഴ്സ് എല്ലാം ഏതൊക്കെയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ന് ഉൾപ്പെടെ പറഞ്ഞു തന്ന് കിടിലമായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് വാങ്ങുന്ന രീതിയിൽ പ്രിപ്പയർ ആക്കി തരാം. സോ എല്ലാവരും അറ്റൻഡ് ചെയ്യൂ 10 days ചലഞ്ചിൽ.